ഇന്നെത്തിയിരിക്കുന്നത് ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായ കാളിമല പൊങ്കാലയോടനുബന്ധിച്ചുള്ള വിവരണത്തിനാണ്. നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഷാജി, കാളിമല ട്രസ്റ്റ് സെക്രട്ടറി, ഒന്ന് മധുസൂദനൻ, അപ്പുറത്തിരിക്കുന്ന അദ്ദേഹം മധുസൂദനൻ, കാളിമല വൈസ് പ്രസിഡന്റ്. ഇതിനെ വിശദീകരിക്കാൻ എത്തിയിട്ടുള്ളത് കെ പ്രഭാകരൻ, കാളിമല ക്ഷേത്ര ഉത്സവ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. എല്ലാ മാധ്യമ സഹോദരങ്ങൾക്കും വിനീതമായ നമസ്കാരം. ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായ കാളിമല സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ്. കന്യാകുമാരി ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും അതിർത്തി പ്രദേശമായിട്ടുള്ള അമ്പൂരി വെള്ളറട പഞ്ചായത്തിനടുത്ത് കടയാലുമൂട്, തമിഴ്നാടിൻ്റെ കടയാലുമൂട് പഞ്ചായത്ത്, അമ്പൂരി പഞ്ചായത്തിൻ്റെ അതിർത്തി ചെമ്പകപ്പാറ കഴിഞ്ഞാൽ 10 കാണിയാണ്. ആ കടയാലുമൂട് പഞ്ചായത്തിലെ 10 കാണിയിൽ നിന്ന് 3.5 കിലോമീറ്റർ മലമുകളിലാണ് കാളിമല ദേവസ്ഥാനം. അവിടെ സ്വയംഭൂവായിട്ട് ധർമ്മശാസ്താവും അതോടൊപ്പം കാളിയും, സ്വയംഭൂവായിട്ടൊരു 5 തല നാഗം അവിടെ ഇങ്ങനെ കല്ലിൽ അവിടെ കിടക്കുന്നത് കാണാം. അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആദിവാസികൾ പൂജ നടത്തിയിരുന്ന സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. അഗസ്ത്യമുനി അവിടെ ധ്യാനത്തിലിരുന്നു എന്നും അഗസ്ത്യമുനിയുടെ ആ ധ്യാനം ആ സമയത്ത് ഈ 5 തല നാഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും ആ സമയത്ത് അഗസ്ത്യമുനിയെ ആക്രമിക്കാൻ വന്ന ആ നാഗത്തെ അവിടെ ശപിച്ച് അവിടെ അങ്ങനെ കല്ല ആക്കി മാറ്റി എന്നാണ് എല്ലാ ചരിത്രങ്ങളും ദൈവപ്രശ്നങ്ങളും പറയുന്നത്. അങ്ങനെ വളരെ പ്രശസ്തി ആർജിച്ചുകൊണ്ടാണ് കാളിമല ഇന്ന് അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നത്. പതിപോലെ ഈ വർഷത്തെ കാളിമല തീർത്ഥാടനം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി ആരംഭിച്ച് മെയ് 1-ാം തീയതി ചിത്ര പൗർണമി നാളിൽ 10,000-കണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന പൊങ്കാലയാണ് ഈ 3 കിലോമീറ്റർ മലമുകളിൽ നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഈ പൊങ്കാല പ്രത്യേകിച്ച് കേരളത്തിലാണുള്ളത്. കേരളത്തിൽ ഈ 3.5 കിലോമീറ്റർ മുകളിൽ 3500 അടി ഉയരത്തിൽ ഈ 10,000-കണക്കിന് അമ്മമാർ വന്ന് പൊങ്കാല അർപ്പിക്കുന്ന ഒരു ദേവസ്ഥാനം വേറെ കാണാൻ സാധ്യമല്ല. ഈ തീർത്ഥാടനത്തിനും പൊങ്കാലയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ ദ്രുതഗതിയിൽ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഏതാണ്ട് 250ഓളം വരുന്ന സംഘാടക സമിതിയുടെ പ്രവർത്തകർ മലയെ ഏതാണ്ട് ഒരു 300-400 ഏക്കറോളം വരുന്ന മലയെ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി തട്ടുകളായി തിരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. ഈ പൊങ്കാല ദിവസം മലയിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് അമ്മമാർക്ക്, പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് 50-ൽ പരം ശൗചാലയങ്ങൾ റെഡിമെയ്ഡും അവിടെ സ്ഥായിയായിട്ടുള്ള 15-ൽ പരം അതിൻ്റെ എല്ലാം ഏതാണ്ട് 90% അത് പൂർത്തിയായി കഴിഞ്ഞു. പൊങ്കാല ദിവസം ചിത്രാ പൗർണമിയുടെ അന്ന് തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ലിറ്റർ ശുദ്ധജലം വേണം. അതിനവിടെ 1 ലക്ഷം ലിറ്റർ ശുദ്ധജലം നിൽക്കുന്ന ടാങ്കുകളുണ്ട്. അതൊരിക്കലും പറ്റാത്ത നെയ്യുറവ അവിടെ ഉണ്ട്. കാളി തീർത്ഥം ഈ വേനൽക്കാലത്ത് അതിങ്ങനെ ചെറുതായിട്ട് ഉള്ളേയുള്ളൂ. താഴ്വശത്ത് നമ്മുടെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. അതൊന്നും പമ്പ് ചെയ്ത് അതിൻ്റെ ശുദ്ധജലം ശേഖരിച്ചു. തീർത്ഥാടന സമയത്തിന് ഏത് സമയത്ത് വന്നിരുന്നാലും ശരി, അവർക്ക് അന്നദാനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്തു കഴിഞ്ഞു. ഏത് സമയത്തും, രാവിലെ ആയാലും ഉച്ചയ്ക്ക് സ്ഥിരം അന്നദാനമുണ്ട്, രാവിലെയും വൈകുന്നേരമുണ്ട്.
പ്രത്യേകിച്ച് കാളിമലയിൽ ആരെങ്കിലും എത്തുന്നു, അവിടെ താമസിക്കുന്നു എന്ന് അറിഞ്ഞാൽ 100 പേർക്ക് താമസിക്കുവാനുള്ള സംവിധാനം കാളിമലയിലുണ്ട്. ഹാളുണ്ട്, തറയൊക്കെ ഇതേ തരത്തിൽ ടൈലൊക്കെ ഇട്ട് നല്ല സംവിധാനം ചെയ്തിട്ടുണ്ട്. 100 പേർക്ക് അവിടെ ഒരു സമയം താമസിക്കുവാനുള്ള വ്യവസ്ഥകളും ചെയ്തിട്ടുണ്ട്. കാളിമല ഇവിടെ ഒരു പ്രത്യേകത, ഈ പത്തുകാണി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ബസ് സർവീസ് ഉള്ളത്, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും. തമിഴ്നാട് പ്രദേശമാണ് പത്തുകാണി. അവിടെ ഈ 3 കിലോമീറ്ററിൽ നമ്മുടെ സ്വകാര്യ വാഹനത്തിൽ വരുന്നവർക്ക് 1.5 കിലോമീറ്റർ മലയിൽ നമ്മുടെ വാഹനങ്ങൾ കൊണ്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ ദൂരം കാനനപാതയിലൂടെ നടന്നു വേണം മലയിൽ കയറേണ്ടത്. വളരെ പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. ഈ കാനനപാതയിലൂടെ നടന്നു കയറുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ആദ്യം കാണുന്നത് ചിറ്റാർ ഡാം 1, 2, രണ്ടാമത് അതിനപ്പുറത്ത് കാണുന്നത് പേച്ചിപ്പാറ ഡാം. കാളിമലയിൽ കയറി നിന്നാൽ കോതയാറിൻ്റെ ഒരു ഭാഗവും തമിഴ്നാടിൻ്റെ കന്യാകുമാരി ജില്ല പൂർണ്ണമായിട്ടും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതുപോലെ കയറി വലതുഭാഗത്ത് നോക്കുന്ന സമയത്ത് നെയ്യാർ ഡാം, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്പൂരി കുമ്പിച്ചക്കടവ് പാലം, ആദിവാസികളുടെ പുല്ലുമേഞ്ഞ വീടുകൾ, ഇന്ന് കുറച്ചേ ഉള്ളൂ വീടുകൾ. അവിടെ തെമ്മല എന്നൊരു മല, തൊട്ട് അടുത്ത് അഗസ്ത്യാർകൂടം, അതോടൊപ്പം തന്നെ നെയ്യാർ ഡാം. ഇത്രയും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാളിമലയിൽ നിന്ന് നമുക്ക് ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല, രാവിലെയാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് കാണുന്നത് പോലെ ഉദയം നമുക്ക് നന്നായിട്ട് ദർശിക്കാം. അതേപോലെ അസ്തമയവും. ഒരു അവസാനത്തെ ഭാഗവും കടലിലേക്ക് താരുന്നത് കാളിമലയിൽ നിന്ന് കാലാവസ്ഥ കൂടെ ശരിയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കത് ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ രാത്രി അതിൻ്റെ എയർ വരുന്നതും പോകുന്നതുമെല്ലാം വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം, കപ്പൽ ഇങ്ങനെ വ്യാപകമായിട്ട് പോകുന്നൊരു കാഴ്ച. എന്തുകൊണ്ടും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ദേവസ്ഥാനമാണ് കാളിമല.